എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ റെസിപ്പി സീരീസിന്റെ മൂന്നാമത്തെ റെസിപ്പിയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ബട്ടർ സ്കോച്ച് സോസ് ആണ്. ഇതിനായിട്ട് നമുക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ബട്ടറും ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷുഗറിനെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കാരമലൈസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ഷുഗർ കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലെടുത്ത് സോക്ക് ചെയ്യാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ഫുൾ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യിപ്പിക്കുക. സാധാരണ റെസിപ്പി ഫോളോ ചെയ്യുന്നത് വെള്ളം ഒഴിക്കാതെ ഷുഗർ ഡയറക്റ്റ് മെൽറ്റ് ആക്കിയിട്ടാണ് കാരമലൈസ് ആക്കുന്നത്. ഈ പ്രോസസ്സ് ഒന്ന് സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വാട്ടർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാകുമ്പം ഇതിവിടെ ഇരുന്ന് ആയിക്കോളും. നമുക്ക് പാരലായിട്ട് നമ്മുടെ ബാക്കി വർക്കുകളും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തൊരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ മേക്കിംഗ് വീഡിയോയിൽ റെസിപ്പി തരുമോ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി കമൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഈ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്യാനുള്ള മെയിൻ റീസൺ. ബട്ടർ സ്കോച്ചിൻ്റെ കേക്കുകൾ ഉണ്ടാക്കാനായിട്ട് പലരും യൂസ് ചെയ്യുന്നത് റെഡിമെയ്ഡ് ക്രഷ് ആയിരിക്കും. അപ്പോൾ അതിനേക്കാളും എന്തുകൊണ്ടും ടേസ്റ്റി ആൻഡ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബട്ടർ സ്കോച്ച് സോസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണണം. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. കേക്കുകൾ ഉണ്ടാക്കിയിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റുകളായിട്ട് അറിയിക്കണം. നിങ്ങളുടെ കേക്കുകൾക്ക് കിട്ടുന്ന നല്ല റിവ്യൂ എന്താണോ അതാണ് ഞങ്ങളുടെ വിജയം. അപ്പം നമ്മുടെ ഷുഗർ ഇവിടെ നിന്ന് കുറേ നേരമായിട്ട് തിളക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കുറച്ചിങ്ങനെ മാറി വരുന്നുണ്ട്. നല്ല ബ്രൗണിഷ് കളർ ആകുമ്പോഴാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാനുള്ളത്. കാരമലൈസ്ഡ് ഷുഗർ എന്ന് പറയുന്നത് കുറച്ച് വില്ലത്തരം കയ്യിലുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. ചെറിയൊരു രീതിയിൽ തട്ടിയാൽ തന്നെ നന്നായിട്ട് പൊള്ളുന്നൊരു ഐറ്റമാണിത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ ഷുഗർ ഏകദേശം കാരമൽ ആവാറായിട്ടുണ്ട് ഗൈസ്. ബോയിൽ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറിലുള്ള ഒരു ചേഞ്ച് നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള ഒരു ഷെയ്ഡ് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ബാക്കി പരിപാടികൾ നമുക്ക് ചെയ്യാനുള്ളത്. അതായത് ബട്ടറും മിൽക്ക് മെയ്ഡും ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാനാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഷെയ്ഡിൽ നിർത്തിയിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോകുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ബട്ടർ മുഴുവനായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ബട്ടർ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ പൊള്ളാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കെയർഫുള്ളായിട്ട് ബട്ടർ ഇതിനകത്തോട്ട് ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫുള്ളായിട്ട് മെൽറ്റായിട്ട് ഇതുമായിട്ട് ബ്ലെൻഡ് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ബബിളൊക്കെയുള്ള ഒരു ടെക്സ്ചറൊക്കെ മാറി നല്ല ക്രീമി ആയിട്ടുള്ള ഒരു അടിപൊളി കൺസിസ്റ്റൻസിയിലോട്ട് ഇത് മാറും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആൻഡ് ദ വെരി ലാസ്റ്റ് വൺ മിൽക്ക് മെയ്ഡിൻ്റെ വരവ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മിൽക്ക് മെയ്ഡ് എന്ന് പറയുന്നത് അമൂലിൻ്റെ മിഠായി മെയ്റ്റ് ആണ്. ആ മിൽക്ക് മെയ്ഡിൻ്റെ ടിൻ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് വേണം ഒഴിക്കാനായിട്ട്. ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടാൻ പോകുന്നത് ഏറ്റവും തിക്കായിട്ടുള്ള ഏറ്റവും ക്രീമി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ സ്കോച്ച് സോസ് ആണ്. ഈ ഒരു തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊന്നൊഴിച്ച് ബോയിൽ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള തിക്നെസ്സിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റെസിപ്പി നമ്പർ 3 ദ ബട്ടർ സ്കോച്ച് സ്റ്റോറി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഹെൽപ്ഫുള്ളായി എന്നുള്ളത് ഞങ്ങളെ അറിയിക്കാൻ ശ്രമിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ എന്തെങ്കിലും റെസിപ്പീസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.